Been on the west side, cause that's where I stay. I just made 1,000, blew it in your face. I've been going in, I'ma close the case. I can't wait no more, man, I gotta blow the day. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംലി കിച്ചൺ. ഞാൻ ഇവിടെ നമ്മുടെ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പത്തിനൊരു പകരക്കാരനായ വെള്ളയപ്പവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അതിന് നല്ലൊരു കോമ്പിനേഷനായിട്ട് ഒരു മുട്ട റോസ്റ്റും ഉണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമുക്ക്. അപ്പോൾ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. അതായത് 250-ൻ്റെ 2 കപ്പ്, അപ്പോൾ 500 ഗ്രാം ആട്ടമാവ്. അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ 3/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് 2.25 കപ്പ്, അതായത് ഇതേ മെഷർമെൻറ്റ് കപ്പിൽ 2.25 കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 3/4 മണിക്കൂർ, ഏകദേശം ഒരു 3/4 മണിക്കൂർ വേണം ഇത് നമുക്ക് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കതിന് കോമ്പിനേഷനായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് ജീരകം, ചെറിയ ജീരകമാണ്. അപ്പോൾ അത് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഉള്ളിയാണ്. 3 ഉള്ളി എന്ന് പറഞ്ഞാൽ ഇടത്തര ഉള്ളിയാണ്. നിങ്ങൾക്ക് വലിയ ഉള്ളിയാണെങ്കിൽ 2 ഉള്ളി മതിയാവും. അപ്പോൾ നമുക്ക് ഈ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒരു സോഫ്റ്റ് ആകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ഉള്ളി ഇതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് ഉള്ളിയോടൊപ്പം തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഫസ്റ്റായിട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ എഗ് റോസ്റ്റിലേക്ക് നമുക്ക് വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതുപോലെ ഒന്ന് വട്ടത്തിൽ എരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ 2 തക്കാളിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് പഞ്ചസാര കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് 1 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ടയാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടക്കാണ് ചെയ്യുന്നത്. അപ്പോൾ 2 മുട്ട ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് അതിൻ്റെ മസാലയുടെ ഇതൊക്കെ എത്താൻ വേണ്ടിയാണ് ഇങ്ങനെ വരഞ്ഞ് വെച്ചത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഉള്ളിയുടെ മസാലയൊക്കെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് ഒരു മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ചൊരു മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പൊങ്ങാൻ വെച്ച മാവ് ഇവിടെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം 3/4 മണിക്കൂർ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് ഇളക്കിയെടുത്ത് ചുട്ട് നോക്കാം നമ്മുടെ വെള്ളയപ്പം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്. വെള്ളയപ്പം ചട്ടി വെച്ച് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. സെയിം നമ്മുടെ വെള്ളയപ്പം ചുടുന്ന അതേ ഒരു ഇതിൽ തന്നെയാണ് ഇതും നമ്മൾ ചെയ്യേണ്ടത്. അതേ സെയിം സ്ട്രക്ചറിലും അതേപോലെ തന്നെയാണ് നമുക്ക് ഈ അപ്പവും കിട്ടുന്നത്. കണ്ട, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടും അതുപോലെ നല്ല
ഹോൾസ് വീണിട്ടും നമുക്ക് ഈ ഒരു വെള്ളയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനിടെ ഞാൻ ചെയ്ത ഒരു റവ മസാല ദോശ വളരെ നല്ലൊരു ഫീഡ്ബാക്കാണ് എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായി എന്നറിഞ്ഞു. അതുപോലെ തന്നെ വളരെ എളുപ്പമാണെന്നും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക്സ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴേ എനിക്ക് മനസ്സിന് നല്ലൊരു നല്ലൊരു ഫീലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ദോശയും. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. രാവിലെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ കുട്ടികളെ സ്കൂളിലയക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന വീട്ടമ്മമാർക്കുമൊക്കെ ഒരുപാട് ഉപകാരമുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. ഞാൻ ഇതിൽ കൊടുക്കുന്ന മെഷർമെൻറ്റൊക്കെ വളരെ കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ വെള്ളയപ്പവും അതുപോലെ എഗ് റോസ്റ്റും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.